ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിദ്യാഭ്യാസവും കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു റിലേഷൻ വെച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. ഇത് ഞാൻ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നിയതും പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ മാതാപിതാക്കളും കുട്ടികളും വിദ്യാഭ്യാസം, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വീഡിയോ സ്റ്റാറ്റസ് കണ്ടതിന് പുറത്താണ് നമുക്ക് ഒരു ഐഡിയ കിട്ടിയത്. അതേപോലെ നമ്മുടെ ഇവിടെ ഒരു ആൻറ്റി അങ്കിൾ, രണ്ടുപേര്, അവർക്ക് 4 പിള്ളേരാണ്. ഒരാൾ ഡോക്ടറാണ്, മറ്റൊരാൾ ഒരു എൻജിനീയറാണ്, മൂന്നാമത്തത് ടീച്ചറാണ്, നാലാമത്തത് ഒരു ബിസിനസ് കാര്യങ്ങളിൽ ഡീൽ ചെയ്യുന്നു. അതായത് 2 പേര് ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണ്. ഈ ആൻറ്റിക്കാണെങ്കിൽ, ആൻറ്റിയും ടീച്ചറായിരുന്നു, ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറായിരുന്നു. അതുപോലെ അങ്കിള് ബാങ്കിലെ സ്റ്റാഫായിരുന്നു, അതും SBയിലെ സ്റ്റാഫായിരുന്നു. അപ്പം അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ. അതായത് അവർ രണ്ടുപേരും ഓൾറെഡി ഗവൺമെൻറ് എംപ്ലോയീസ് ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി CBSE സ്കൂളിലാണ് അവർ ആക്കിയത്. അപ്പോൾ അതിൻ്റെ സ്കൂളിങ് കഴിഞ്ഞതിന് ശേഷം അവർ ഡിഗ്രിയും പി ജി ഒക്കെ 2 പേര് പുറത്തു പോയാണ് പഠിച്ചത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഒരാൾ പഠിക്കാൻ പോയതിന് ശേഷം അവിടെ തന്നെ അവർക്ക് ജോലി കിട്ടി. ഒരാൾ കാനഡയിൽ ആണിപ്പോൾ സെറ്റിൽഡ്, ഒരു മകൻ. മറ്റൊരു മകൻ ബ്രിട്ടനിലാണ്, എൻജിനീയറാണ് അവിടെ തന്നെ. പിന്നെ 2 പെൺകുട്ടികളാണ്. അതിൽ ഒരാളെ കല്യാണം കഴിപ്പിച്ച് അയച്ചേക്കുന്നത് ദുബായിലാണ്. അവർ ദുബായിലെ തന്നെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ടും വർക്ക് ചെയ്യുന്നു. മറ്റൊരാളും ഇതേപോലെ ദുബായിൽ തന്നെയാണ്. പുള്ളിയുടെ ഹസ്ബൻഡിന് അവിടെ ബിസിനസ്സാണ്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ അവർക്ക് പ്രായമായി, പിള്ളേരെല്ലാം കെട്ടിച്ചു, അവരും കല്യാണം കഴിഞ്ഞു, പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇവർക്ക് പ്രായമായി, ഇവർക്കിപ്പോൾ ഒരു 70-65 വയസ്സ് മേലാണ് അങ്കിളും ആൻറ്റിക്കും വന്നത്. അപ്പോൾ ഇവർ നാട്ടിലേക്കാണ്, ഇവർ നോക്കാൻ ആരുമില്ല. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ഒരു ഇത്. നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വീഡിയോയിൽ പറയണമെന്ന് വെച്ചാൽ, എത്ര പിള്ളേരുണ്ടെങ്കിലും ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് 1 ചൈൽഡ് എങ്കിലും നാട്ടിൽ വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അതായത് നമുക്കും പ്രായവും ഭാവിയിൽ ഇത് നിങ്ങൾക്കും ഒരു പാഠമായിക്കട്ടെ. അപ്പം അതായത് ഈ അങ്കിളും ആൻറ്റീനെ നോക്കാൻ ഇപ്പോൾ ഇവിടെ ആരില്ല. ഇപ്പോൾ ഇവരെ നോക്കാൻ വേണ്ടി ഹോം നേഴ്സിന് സെപ്പറേറ്റ് വെക്കേണ്ട അവസ്ഥ. 4 മക്കളുണ്ടായിട്ട് പോലും അവർ മറ്റൊരു ആളുടെ സഹായം വേണ്ടി വരുന്നതൊരു കഷ്ടമല്ലേ. അപ്പോൾ ഇത് ഭാവിയിൽ നമ്മൾക്കും പ്രായം, അപ്പോൾ നമ്മളും നമ്മുടെ മനസ്സിലും ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവണം. പിള്ളേരെ പഠിപ്പിക്കണം എന്നല്ല എങ്കിൽ പോലും ഇപ്പോൾ ആണ് കുടുംബം സെറ്റപ്പ് ചെയ്തുകൊണ്ട് 1-2 പിള്ളേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാനും അങ്ങനെ ചെയ്യിപ്പിക്കാതെ കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ മാനസിക വിഭവശേഷിയൊക്കെ ഉപയോഗിക്കാനും നമ്മുടെ നാടിനെയും കൂടി സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഐഡിയ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ പൊതുവെ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.